നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇന്ന് ദുർഗാഷ്ടമി. ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഉയർച്ചകളുണ്ടാകുന്ന ദിനങ്ങളാണ്. ഏതൊക്കെ രാശിയുടെ ജീവിതത്തിലാണ് ഉയർച്ചകൾ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ദുർഗാഷ്ടമിയുടെ പ്രാധാന്യം എന്താണ് എന്നതും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ഈ ദിവസമാണ് കാളിദേവി ദുർഗയുടെ നെറ്റിയിൽ നിന്ന് ഉത്ഭവിച്ച് അസുരന്മാരുടെ രാജാവായ മഹിഷാസുരനെയും കൂട്ടാളിയായ ചണ്ഡനെയും മുണ്ടനെയും വധിച്ചത്. ഈ ദിവസമാണ് ദുർഗാദേവി വൈഷ്ണോദേവിയുടെ രൂപത്തിലുള്ള ദുഷ്ടതന്ത്രിയായ ഭൈരവനാഥിനെ നശിപ്പിച്ചത്. ഈ സംഭവം വൈഷ്ണോദേവിയുടെ തീർത്ഥാടക സ്ഥാപനത്തിന്റെ ചരിത്രത്തിലേക്ക് നയിക്കും. കൂടാതെ ദേവി ഭൈരവനാഥിന്റെ തല വെട്ടിമാറ്റിയ സ്ഥലത്താണ് പ്രശസ്തമായ ഭൈരവനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി ആഘോഷിക്കുന്ന ദുർഗാഷ്ടമി മഹാഷ്ടമി എന്നും അറിയപ്പെടുന്നു. ദുർഗാ ഭക്തർ ഈ ദിവസം ഒരു ദിവസം മുഴുവനും ഉപവസിക്കുന്നു. ഈ ദിവസം ദുർഗാദേവി മഹിഷാസുരനെ വധിക്കുവാൻ ഉപയോഗിച്ച എല്ലാ ആയുധങ്ങളെയും പീരങ്കികളെയും മന്ത്രങ്ങൾ ചൊല്ലുന്നതിനോടൊപ്പം പൂജിക്കുന്നു. ഈ ആചാരം അസ്ത്രപൂജ എന്നറിയപ്പെടുന്നു. നിരവധി ആയുധങ്ങൾ, ആയോധന കലകൾ എന്നിവ വിദഗ്ധർ പ്രദർശിപ്പിക്കുന്നതിനാൽ ഈ ദിവസത്തെ വീരാഷ്ടമി എന്നും വിളിക്കുന്നു. മാതാവിനെ ആരാധിക്കുന്ന സമയത്ത് ബ്രാഹ്മിണി, വൈഷ്ണവി, വരാഹി, നരസിംഹി, കാമേശ്വരി, മഹേശ്വരി, ചാമുണ്ട എന്നിവ ഉൾപ്പെട്ട ദുർഗയുടെ 8 അവതാരങ്ങളായ അഷ്ടനായികകളെയും ആരാധിക്കുന്നുണ്ട്. ദുർഗാദേവിയുടെ മുന്നിൽ ഒരു ഘട്ടം സ്ഥാപിച്ച് ആരാധിക്കുന്നു. ചുവന്ന ചന്ദനം, പഴങ്ങൾ, പൂക്കൾ, മധുരപലഹാരങ്ങൾ, വെറ്റില, ഏലം, നാണയങ്ങൾ എന്നിവ ബന്ധുക്കൾ വിതരണം ചെയ്യുന്നു. ദേവിയുടെ സഹായികളായി കാണപ്പെടുന്ന 64 യോഗിനിമാരെയും അവർ ആരാധിക്കുന്നു. ഭൈരവൻ ഉൾപ്പെടെ മറ്റ് ദേവതകളെയും അമ്മയുടെ കാവൽക്കാരനെയും ഈ ദിവസം ആരാധിക്കുന്നു. ഈ ദിവസം ദേവിയെ ഗൗരി ദേവിയുടെ രൂപത്തിലാണ് ആരാധിക്കുന്നത്. ഇതിനായി 9 ചെറിയ കന്യകമാരെ ആരാധിക്കുകയും അവരുടെ പാദങ്ങൾ കഴുകുകയും ഹൽവ, പൂരി, കീർ എന്നിവ നൽകുകയും ചെയ്യുന്നു. ദേവിയുടെ നിരവധി ക്ഷേത്രങ്ങൾ വലിയ തോതിലുള്ള പൂജകളും ഹവനങ്ങളും സംഘടിപ്പിക്കുന്നു. അവയിൽ ധാരാളം ഭക്തർ പങ്കെടുക്കും. ദുർഗാഷ്ടമി അവസാനിക്കുന്നത് സന്ധിപൂജയോടെയാണ്. അത് അടുത്ത ദിവസത്തെ മഹാനവമിയിലേക്ക് നയിക്കും. ദുർഗാമാതാവിനെ പ്രീതിപ്പെടുത്തുവാനായി ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്ന ആളുകൾ അവരുടെ കാരുണ്യത്താൽ എപ്പോഴും പരിപാലിക്കപ്പെടുന്നുവെന്നും അത്തരം ആളുകൾ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള മദ്യധാരണകളിൽ നിന്നും എപ്പോഴും മുക്തരാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇനി എല്ലാ രാശിയുടെയും ദുർഗാഷ്ടമിയിലെ നേട്ടങ്ങളും കോട്ടങ്ങളും നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസം ഗജകേസരി യോഗം തേടിയെത്തും. ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആദ്യത്തേത് മേടം രാശി. മേടം രാശിക്കാർക്ക് ആഴ്ചയിലെ 2ാമത്തെ ദിവസം വളരെ ശുഭകരമായ ഫലങ്ങളാണ് നൽകുന്നത്. അതുമാത്രമല്ല, പലപ്പോഴും നിങ്ങൾക്ക് കഠിനാധ്വാനത്തിൻ്റെ ഫലം തേടിയെത്തും. കൂടാതെ സാമ്പത്തികമായി മികച്ച സമയമാണ്. കുടുംബാംഗങ്ങളോടും കുട്ടികളോടുമൊപ്പം യാത്ര ചെയ്യുവാനുള്ള യോഗം കാണുന്നുണ്ട്. അടുത്തതായി ഇടവം രാശി.
ഇടവം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ജോലിയിൽ പുതിയ അവസരങ്ങളും വെല്ലുവിളികളും ഒരുപോലെ നേരിടേണ്ടി വരാം. പലപ്പോഴും പുതിയ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുന്നതിന് സാധിക്കും. ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് അനുകൂല സമയമാണ്. കൂടാതെ കുടുംബത്തിലും ദാമ്പത്യ ജീവിതത്തിലും സന്തോഷം നിലനിൽക്കും. മിഥുനം രാശി. മിഥുനം രാശിക്കാർ ഇന്നത്തെ ദിവസം ജാഗ്രത പാലിക്കേണ്ടതാണ്. ചെറിയ ചില പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ കരുതലോടെ മുന്നോട്ടു പോവേണ്ടതാണ്. വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവുകൾ വർദ്ധിക്കാം. കുടുംബാംഗങ്ങളുമായി ചില കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കും. കർക്കിടകം രാശി. കർക്കിടകം രാശിക്ക് ഇന്നത്തെ ദിവസം ഭാഗ്യം തേടിയെത്തും. സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. ജോലിയിൽ പുതിയ അവസരങ്ങൾ തേടിയെത്തും. അതുകൂടാതെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ ഇന്ന് പ്രത്യേക ശ്രദ്ധ വേണം. ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാർക്ക് ഇന്ന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂടാതെ പല കാരണങ്ങൾ കൊണ്ടും ആശുപത്രി സന്ദർശനം വേണ്ടി വന്നേക്കാം. ജോലിയില്ലാത്തവർക്ക് ഇന്നത്തെ ദിവസം പുതിയ അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നത് വഴി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും. കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഇന്ന് വിജയം തേടി വരുന്ന ദിവസമായിരിക്കും. സാമ്പത്തിക സ്ഥിതി അനുകൂലമായി വരും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട അവസ്ഥയുണ്ടാകും. ഇത് പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കും. തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഇന്ന് ഒരു സമ്മിശ്ര ദിവസമായതിനാൽ അല്പം ശ്രദ്ധിക്കണം. ജോലിയിൽ ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുന്നതിന് യോഗം കാണുന്നു. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി വരും. ജോലിയിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്ന സമയമാണിത്. കുടുംബത്തിൽ മതപരമായ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നേക്കാം. വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാർക്ക് പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് അനുകൂലമായ സമയമാണ്. ജോലിയുള്ളവർക്ക് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ലഭിക്കും. അതുമാത്രമല്ല, മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തിയാക്കുന്നതിനും യോഗം കാണുന്നു. പലപ്പോഴും സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടും എന്നതും ഇന്നത്തെ പ്രത്യേകതയാണ്. ആരോഗ്യം അവഗണിക്കരുത്. ധനുരാശി. ധനുരാശിക്കാർക്ക് ഇന്ന് ഒരു നല്ല ദിവസമായിരിക്കും എന്നതിൽ സംശയം വേണ്ട. പലപ്പോഴും സന്തോഷ വാർത്തകൾ കേൾക്കുവാൻ സാധ്യതയുള്ളതിനാൽ ഗുണാനുഭവങ്ങൾ തേടിയെത്തും. തൊഴിൽ ബിസിനസ് രംഗങ്ങളിൽ പുരോഗതി തേടിയെത്തും. പല കോണിൽ നിന്നും അപ്രതീക്ഷിതമായി ധനം ലഭിക്കുവാൻ സാധ്യത കാണുന്നു. ബിസിനസ്സിൽ മികച്ച ലാഭവും ഭാവിയിലേക്ക് നേട്ടങ്ങളും ഇന്നത്തെ ദിവസം സംഭവിക്കും. മകരം രാശി. മകരം രാശിക്ക് ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിരവധി പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതിനെ എപ്രകാരം കൈകാര്യം ചെയ്യണം എന്നതും അറിഞ്ഞിരിക്കണം. പല വിധത്തിലുള്ള പരാജയങ്ങൾ ജീവിതത്തിൽ തേടിയെത്തും. അതിനെ കൈകാര്യം ചെയ്യുന്നതിനുള്ള സാധ്യതയുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ദാമ്പത്യത്തെ പ്രശ്നത്തിലാക്കും. കുംഭം രാശി. കുംഭം രാശിക്ക് ഇന്ന് കലയിലും സാഹിത്യത്തിലും താല്പര്യം വർദ്ധിക്കുന്ന ഒരു ദിവസമാണ്. അതുമാത്രമല്ല, വിദ്യാഭ്യാസത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷകരമായ സമയം ചിലവഴിക്കുവാൻ സാധിക്കും. അവസാനത്തേത് മീനം രാശിയാണ്. മീനം രാശിക്ക് ഇന്ന് സന്തോഷം നിറഞ്ഞ ദിവസമായിരിക്കും എന്നതിൽ സംശയം വേണ്ട. അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ തേടിയെത്തും. അതുകൂടാതെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ ജോലിയിൽ തേടിയെത്തുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ സ്നേഹവും വാത്സല്യവും തേടിയെത്തും. ബിസിനസ് സംബന്ധമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.